കുറേ ദിവസമായി ഇങ്ങനെ ഡിസ്കഷൻ റിലേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ ഞാനൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം 2-3 ആഴ്ചയായിട്ട് ഹെൽത്ത് വീക്കായിരുന്നു. ഇപ്പോഴും ഓക്കെ ഒന്നും ആയിട്ടില്ല. കുറേ സംസാരിച്ചാൽ പെട്ടെന്ന് സൗണ്ട് ഡൗൺ ആവുക, കുറച്ച് സൗണ്ടിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ മാറിയും കൂടിയും വന്ന് ഇവിടുത്തെ തണുപ്പിനനുസരിച്ച് ഇതിങ്ങനെ വരുന്നു. ഇന്നലത്തെ ടോപ്പിക്ക് കണ്ട സമയത്ത് സംസാരിക്കണമെന്നതിലുപരി ഇങ്ങനെ സ്റ്റക്കായിരുന്നു ശരിക്കും. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അക്കു, അങ്ങനെ കുറച്ച് പേര് എനിക്ക് ഈ ടോപ്പിക്കുകൾ ഇങ്ങനെ ഷെയർ ചെയ്ത് വന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ സ്റ്റക്കായിരുന്നു. ഞാൻ ആ ന്യൂസ് ഫുള്ള് എനിക്ക് ഇന്നലെ കാണാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ചെറിയ വയ്യായികയും ചുമയൊക്കെ ആയിട്ട് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീച്ചു. നേരത്തെ എന്ന് വെച്ചാൽ ഒരു 5:40 ഒക്കെ ആയപ്പോൾ എണീച്ച് കഴിഞ്ഞ് ഒരു 6 to 6:45 ആണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ന്യൂസ് കാണുന്നത്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മറ്റേ മനോരമ ന്യൂസും 24-ഉം റിപ്പോർട്ടറും മാതൃഭൂമി ന്യൂസിലും ഒക്കെ വേണേ ഇന്നത്തെ പത്രത്തിൽ വരെ ഏറ്റവും വലിയ ന്യൂസ് അതായിരിക്കും. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന കൊലപാതകം. 23 വയസ്സുകാരൻ. തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിലാണ് ഈ കൂട്ടക്കൊല. യുവാവ് 5 പേരെ വെട്ടിക്കൊന്നു. സഹോദരൻ, അമ്മൂമ്മ, ബന്ധുക്കളായ ദമ്പതിമാരെ, പെൺസുഹൃത്തിനെ, ഇവരെയാണ് യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതി അഫ്നാൻ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. 5 ആളെ കൊന്നു. ഒരാൾ മരണത്തോട് മല്ലടിക്കുന്നു. 23 വയസ്സുകാരൻ കൊന്ന 5 ആള്, അതിൽ 6 ഒരാളും കൂടെ കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ വെന്റിലേറ്ററിലാണുള്ളത്. ഉണ്ടാവുമെന്ന് അറിയില്ല. കണ്ടീഷൻ വളരെ ക്രിറ്റിക്കലാണെന്നാണ് പറയുന്നത്. എല്ലാം രക്തബന്ധം. ഒന്ന് വളരെ വേണ്ടപ്പെട്ട ഒരു പെൺസുഹൃത്ത്. അഫാൻ എന്ന് പറഞ്ഞ 23-കാരനാണ് കൊലപാതകം നടത്തിയത്. 23 എന്ന് വെച്ചാൽ ഞാൻ പുള്ളിക്കാരനേക്കാളും ഇപ്പോൾ ഒരു 3 വയസ്സ് കൂടുതൽ. എൻ്റെ ഒരു അനിയൻ തന്നെ അല്ലേ. കൊന്നത് 5 ആൾക്കാരെ. എൻ്റെ കയ്യിൽ നിന്ന് പേര് തെറ്റണ്ടെന്ന് കരുതി ഞാനിതിൽ എഴുതി സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് സഹോദരൻ അഫ്സാൻ, മുത്തശ്ശി സൽമ ബീവി, പെൺസുഹൃത്ത് ഫർസാന, പിതർ സഹോദരൻ ലത്തീഫ്, പിതർ സഹോദരൻ്റെ ഭാര്യ ഷാഹിദ. കൊന്ന ലിസ്റ്റിലുള്ള 5 ആളിൽ 4 ആളും വളരെ വേണ്ടപ്പെട്ട ആൾ, അല്ലെങ്കിൽ രക്തബന്ധം എന്ന് പറയുന്നത്. അതിലെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് 82-88 വയസ്സുള്ള മുത്തശ്ശി എങ്ങനെ പറ്റുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം ഉമ്മ, സഹോദരൻ. എനിക്കറിയുകയാണെങ്കിൽ അഫാനും അഫ്സാനും തമ്മിൽ 10-14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ആ ചെറിയ മോന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കൊല്ലുന്നത്. പിന്നെ ആളുടെ പെൺസുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം പ്രണയബന്ധമായിരിക്കും, വെറും ഫ്രണ്ട്ഷിപ്പ് ആവണമെന്നില്ല. പ്രണയബന്ധമാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ പെൺസുഹൃത്ത് ഫർസാനേൻ്റെ അനിയൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഇതിൽ. വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മളെ സമ്മതമായിരുന്നു? എന്താ സമ്മതമായിരുന്നു? ന്യൂസിൽ ഏറ്റവും കൂടുതൽ വന്നൊരു ഡിസ്കഷൻ ഈ പെൺകുട്ടി എന്തിനിവിടെ വന്നു, പെൺസുഹൃത്താണോ, കാമുകിയാണോ, കാമുകി തേച്ചതാണോ, വീട്ടിൽ സമ്മതിക്കാത്തത് കൊണ്ടാണോ എന്ന കുറേ ക്ലാരിഫിക്കേഷൻസ് ഇങ്ങനെ ന്യൂസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയല്ലോ. കാമുകിയാണ്, 2 വീട്ടിലും അറിയാവുന്ന റിലേഷൻഷിപ്പാണ്, 2 വീട്ടുകാരും ഓക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ അവിടെ ഒരു തേപ്പോ ഒന്നും നടന്നിട്ടില്ല. അവൻ വിളിച്ചതിൻ്റെ പുറത്താണ് പെൺകുട്ടി വീട്ടിലോട്ട് കയറി വന്നത്. അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടി വരില്ല. അപ്പം അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒന്നും അല്ല എന്നുള്ളത് ഈ ഇതിൽ നിന്ന് ക്ലിയറാണ്. ഇതിൻ്റെ ഒരു സ്റ്റോറിയാണ്, ഒരു കഥ പോലെ നടന്നൊരു കാര്യമാണ്. ആദ്യം വരുന്നു 2 കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ആദ്യം വരുന്നു മുത്തശ്ശീനെ കൊല്ലുന്നു, മുത്തശ്ശീൻ്റെ എങ്ങാനും മാലെടുത്ത് കൊണ്ടുപോയി പണയം വെക്കുന്നു. അപ്പോൾ പിതർ സഹോദരനെ വീട്ടിൽ പോകുന്നു, അവരെ 2 പേരെയും കൊല്ലുന്നു. തിരിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉമ്മാനെ ഉപദ്രവിക്കുന്നു. പിന്നെ പെൺകുട്ടീനെ വിളിച്ചു വരുത്തുന്നു. പെൺകുട്ടി വീട്ടിൽ നിന്ന് ട്യൂഷന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നു, പെൺകുട്ടീനെ കൊണ്ടുവരുന്നു, കൊല്ലുന്നു. ലാസ്റ്റ് എല്ലാവരും കൊന്നു കഴിഞ്ഞതിന് ശേഷം ആളുടെ വീട്ടിലെ ഗ്യാസ് തുറന്ന് വെച്ചിട്ട് പുറത്തിറങ്ങി പോകുന്നു. ഇത് കഴിഞ്ഞ് രണ്ടാമത് ഇറങ്ങിപ്പോയി കഴിഞ്ഞതിന് ശേഷം നേരെ സ്റ്റേഷനിൽ ചെന്ന് അഡ്മിറ്റ് ചെയ്യുകയാണ്. ഞാനിങ്ങനെ 6 പേരെ കൊന്നു എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന. അതിൽ ഉമ്മ രക്ഷപ്പെട്ടു എന്ന് പറയാം, വെന്റിലേറ്ററിലാണ് ഉള്ളത്, രക്ഷപ്പെടട്ടെ. പോലീസിൽ ചെന്ന് കൊന്നു എന്ന് പറയാൻ പോകുന്ന സമയത്താണ് സ്വന്തം അയൽവാസീനെ കാണുന്നത്. അയൽവാസീനെ കണ്ടപ്പോൾ റോഡ് ക്രോസ് മച്ചാനെ ഞാനൊരു ഉപ്പിടാൻ വന്നതാന്ന് പറഞ്ഞ് ഒരു കൂസലും ഇല്ലാണ്ട് കയറിപ്പോകുന്നു. 6:30 സമയത്തായിരുന്നു അവൻ ഒറ്റയ്ക്ക് വന്നത്. റോഡ് ക്രോസ് ചെയ്ത് ആദ്യം ഒറ്റയ്ക്ക്
ബൈക്കിനായിരുന്നു. അവൻ ബൈക്കിലായിരുന്നു. അവൻ ചാവി ഇങ്ങനെ കറക്കി വന്നു, അത്രയും കൂളായിട്ട് വന്നു. എൻ്റെ അടുത്ത് പണ്ടോട്ടേ സംസാരിക്കുന്ന പയ്യനാ. അവൻ ആദ്യം എങ്ങനെയായിരുന്നു, ഇപ്പോഴും അത് കണക്ക് എന്നോട് സംസാരിച്ചത്. എന്താ പറയണ്ടേ ഇതിനെക്കുറിച്ച്? ഞാൻ അത് ആലോചിക്കുന്നത്, എന്താ ഇതിനെപ്പറ്റി പറയണ്ടേ? ഇപ്പോൾ കാരണങ്ങളായിട്ട് പല കാരണങ്ങൾ നിരത്തുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഞെരുക്കം കാരണമാണ് എല്ലാവരെയും കൊല്ലേണ്ടി വന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നത്തിന് ഉപ്പേനെ സഹായിച്ചിട്ടില്ല, പല കാരണങ്ങൾ പറയുന്നു. പക്ഷേ അയൽവാസികളും ചുറ്റുമുള്ള ആൾക്കാരും കുടുംബക്കാരും പറയുന്നു അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നമുള്ള ആൾക്കാരല്ല, ഒരു കൊല്ലമായിട്ട് ഗൾഫിലുള്ള ആൾക്കാരാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത, ഒരു ന്യൂസ് ഉണ്ടായാൽ തന്നെ അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടായാൽ തന്നെ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. എല്ലാ അഭിപ്രായങ്ങളും ഇങ്ങനെ നിരന്നിങ്ങനെ പോകും. ഇനി അഫാൻ വന്ന കാരണങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ കാരണങ്ങൾ എന്ന് പറയാൻ പറ്റൂ. സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിൽ ഇപ്പം ഈ കാമുകിയായിട്ടുള്ള അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഫർസാനെ വിളിച്ച് വെട്ടിക്കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങോട്ടാണ് ഈ സമൂഹത്തിൻ്റെ പോക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര ഉറപ്പാണ്, അല്ലെങ്കിൽ ഉറപ്പ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു വിശ്വാസമാണ്. സുബോധത്തോടു കൂടി ഒരുത്തനും ഇത് ചെയ്യാൻ പറ്റില്ല. സുബോധത്തോടു കൂടി ഒരുത്തനും ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീണ്ടും പറയാണ്. കാരണം ഈ ബോഡി കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് പെൺകുട്ടിയുടെ തല എന്താന്ന് മനസ്സിലാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബ്രൂട്ടലി നടന്നിട്ടുള്ള ഒരു ക്രൈമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതൊരു കണ്ടിരുന്നു, എന്തോ ഒരു വല്ലാത്തൊരു ആയുധം കൊണ്ട് അടിച്ചു മുറിച്ചിരിക്കുകയാണ്. ഞാൻ കയറി ബോഡി കണ്ട വ്യക്തിയാണ് ഞാൻ. ആ കുട്ടിയുടെ മുഖം തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. മനുഷ്യനും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എത്ര വലിയ മനുഷ്യന്മാരാണെങ്കിലും ഒരു രക്തം വീണ് കിടക്കുന്ന ഒരു ബോഡി കാണുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് നമ്മളുടെ മുഖവും ശരീരവും ഒക്കെ ഒന്ന് ചുളിഞ്ഞു പോകും. അപ്പോൾ വളരെ ഓപ്പണായി ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അത് മനുഷ്യനാണോ ഇതാണോ എന്ന്. 2025 തുടങ്ങിയതിന് ശേഷം എന്തൊക്കെ ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊരു 10-20 ദിവസം ഡിസ്കഷൻ നടക്കും, കഴിയും, അതിന് ശേഷം അടുത്തൊരു ന്യൂസ് വരും. നമ്മൾ പറയില്ല ഇങ്ങനെ ഞെട്ടൽ മാറിയില്ല, ആ തരിപ്പ് മാറാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോഴും എല്ലാവരും ആ ന്യൂസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് റീസൺ നടക്കുന്നത്. എല്ലാ ഫോണുകളിലാണെങ്കിലും ചാനലുകളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ചർച്ച നടക്കുകയാണ്. ഈ കലികാലം എന്നൊക്കെ പറയുന്നത് ശരിക്കും സത്യമാണെന്നാണ് തോന്നുന്നത്. അറിയില്ല എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ആവുന്നേ, ഇതിന് നമുക്ക് എന്ത് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ പോക്ക് പോവുകയാണെങ്കിൽ 2025 കൊലപാതക ഇയർ എന്ന് പറയേണ്ടി വരും. അത് വെറൈറ്റി കൊലപാതകങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ റീസണിൻ്റെ പുറത്താണ്. ഇനി പ്രണയം സമ്മതിക്കാത്ത എന്ന് വെച്ചാൽ ആളുടെ വീട്ടിൽ പ്രണയം സമ്മതിക്കാത്തതിൻ്റെ പ്രശ്നമാണെങ്കിലും, അല്ലെ ഇനി രണ്ടാമത്തത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉപ്പ നേരിട്ടപ്പം കുടുംബക്കാർ കൊടുത്ത് സഹായിച്ചില്ല എന്ന് പറയുന്നൊരു കാരണമുണ്ട്. എന്തിൻ്റെ പുറത്താണെങ്കിലും ഇത് ചെയ്യാൻ ആ വ്യക്തിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ആ പ്രശ്നം സംഭവിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ബോധത്തോടു കൂടി നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എന്തായാലും ഇവിടെ നടന്നിട്ടുള്ളത് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. സുബോധം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തോ ഒരു കാര്യം യൂസ് ചെയ്തിട്ടുണ്ട്. ലഹരിക്ക് അഡിക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ പെർട്ടിക്കുലർ വ്യക്തിയെങ്കിൽ, എനിക്കറിയില്ല, ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ലഹരിക്ക് അഡിക്റ്റ് ആണെങ്കിൽ അമ്മ ആരാ അച്ഛനാരാ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടൊന്നും ബോധം ഉണ്ടാവില്ല, സുബോധം ഉണ്ടാവില്ല. ഇതല്ല, ഇതിനപ്പുറം ചെയ്തു കൂട്ടും. സാധാരണ മനുഷ്യന്മാരെന്ന നിലയിൽ ഇങ്ങനത്തെ കേസുകൾ കാണുമ്പം ഞങ്ങളുടെ ഉള്ളിൽ വരുന്ന ഒരു ഇമോഷൻസ് ഉണ്ട്, അല്ലെ ഇനിയുള്ള ഈ ലോകത്തെക്കുറിച്ചിട്ടുള്ള ഒരു ആദ്യത്തെ എങ്ങനെയാണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ മുതിരുന്നതിന് മുമ്പ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ നടക്കും എന്നുള്ളൊരു പേടിയെങ്കിലും തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ശിക്ഷകൾ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. എന്ത് തെറ്റ് ചെയ്താലും ജയിലിൽ പോയി ഉണ്ട തിന്ന് ചപ്പാത്തി തിന്ന് ചിക്കൻ കറി തിന്ന് വരാം എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മൾ കുറ്റവാളിക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിലും ഇത്രത്തോളം സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് തേർഡ് തിങ്, വയലൻസുകൾ ഭയങ്കര ഹീറോയിസമായി പോർട്രേറ്റ് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. വയലൻസ് ഹീറോയിസമായി പോർട്രേറ്റ് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്.
എന്ത് എങ്ങനെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കാണുമ്പം അത് ഹീറോയിസം അല്ല, ഇതൊരു ക്യാമറ എഫക്റ്റാണ്, അല്ലെങ്കിൽ ഇതൊരു ആക്റ്റാണ്, ഈ ആക്ട് സാധനം ഇത്ര വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് ബേസിസിലാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇന്നത്തെ ചെറിയ തലമുറയ്ക്കില്ല. ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിന്യൂസ് ആയി കാണുന്ന സമയത്ത് ഞാനൊരു ഹീറോയാണ് എന്നൊരു മൈൻഡ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ കേസ് തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് 6 ആൾക്കാർ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു വയലൻസിൻ്റെ എക്സ്ട്രീമിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ബാക്കി കണ്ടറിയാം എന്തൊക്കെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കേസിനെ കുറിച്ചിട്ട് നമ്മൾ കേൾക്കുന്നുള്ളത്. സോ ബൈ ഗൈസ്.